ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ലൊരു ചിക്കൻ കറിയാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് ഒരു ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1 കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ തൈര് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ഇട്ടതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് തൈര് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്പൂൺ മുളക് പൊടിയും, ഓരോ സ്പൂൺ മല്ലിപ്പൊടിയും, 1 സ്പൂൺ ചിക്കൻ മസാലയും, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാം 1 സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു എണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. ഞാനിവിടെ എണ്ണ ചേർക്കാതെയാണ് സവോള വഴറ്റുന്നത്. സവോള നല്ലതുപോലെ വഴറ്റി സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ഡ്രൈ ആകുന്നത് വരെ നമുക്ക് എണ്ണ ചേർക്കാതെ വഴറ്റാം. സവോളയുടെ കളറ് പതുക്കെ മാറി തുടങ്ങി ഡ്രൈ ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആയി തുടങ്ങി എണ്ണ ചേർത്തിട്ട് വീണ്ടും വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞ എണ്ണ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾ കണ്ടു ഞാൻ എത്രമാത്രം എണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി സവോളയൊന്ന് നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി സവോളയിൽ നമ്മൾ ചേർത്ത എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കളറൊക്കെ മാറിയത് നിങ്ങൾ കണ്ടല്ലോ. ഈ സമയത്ത് നമുക്ക് അല്പം പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. കളറ് മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാല ചേർത്തതിന് ശേഷം വീണ്ടും ഞാനൊരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം ഗരം മസാല. ഇത് വളരെ കുറച്ച് മാത്രമാണ് ഗരം മസാല ചേർത്തിട്ടുള്ളൂ. ഈ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി വേണമെങ്കിൽ വേവിച്ച് അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇവിടെ തക്കാളി ഇല്ല, പച്ച തക്കാളി ഉണ്ടായിരുന്നുള്ളൂ. പഴുത്ത തക്കാളി വേണമായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ ആ സ്ഥാനത്ത് 1 സ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്യാം. കുറച്ച് സമയം ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ
മസാല പിടിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് ചിക്കൻ നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ. ചിക്കനിൽ നന്നായിട്ട് ഗ്രേവി പിടിച്ചാൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒത്തിരി ചാറാക്കാതെ നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല ചാറായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും ചിക്കൻ വേവണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേഗം വേകും. ഈ സമയത്ത് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുവാണ്. വെന്തോന്നൊക്കെ നോക്കുവാണ്. ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം കൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് അടപ്പ് തുറന്നിട്ട് ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഇതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിവയ്ക്ക് ഒന്ന് സെറ്റായി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് ചിക്കൻ കറി മാറ്റാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല സ്വാദുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.